നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി ചിന്തിച്ചത് എന്തായിരുന്നു? ഒരുപക്ഷെ നിങ്ങളുടെ കടങ്ങളെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം, നിങ്ങൾക്കില്ലാത്ത പണത്തെക്കുറിച്ചായിരിക്കാം. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ ചിന്ത നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എങ്ങനെ സ്വാധീനിച്ചു? നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എന്തു തോന്നി? ഊർജ്ജസ്വലതയോ ക്ഷീണമോ, പ്രതീക്ഷയോ നിരാശയോ? നിങ്ങൾ ഇന്നൊരു അവസരം കണ്ടപ്പോൾ എന്ത് ചിന്തിച്ചു? ഇതെനിക്ക് പറ്റിയതാണോ അതോ ഇതെനിക്ക് പറ്റില്ല എന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്. ഈ ഉത്തരങ്ങളാണ് നിങ്ങളുടെ ജീവിത നിലവാരം. കാരണം സമ്പത്ത് ആദ്യം ബാങ്കിലല്ല ജനിക്കുന്നത്. സമ്പത്ത് ആദ്യം ജനിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. വാലസ് ഡി വാട്ടിൽസ് എന്ന ദാർശനികൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. സമ്പത്തിന്റെ യഥാർത്ഥ തുടക്കം പണത്തിലല്ല, ചിന്തയിലാണ്. പണം എന്നത് ചിന്തയുടെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. നിങ്ങളൊരു വിത്ത് നട്ടാൽ മാത്രമേ ഒരു മരമുണ്ടാകൂ. അതുപോലെ നിങ്ങൾ സമൃദ്ധിയുടെ ഒരു ചിന്ത നട്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തെന്ന മരം വളരൂ. ഇത് കേൾക്കാൻ ലളിതമായി തോന്നുന്നു, പക്ഷേ ഈ ലാളിത്യത്തിനുള്ളിൽ ഒരു മഹാസത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. മിക്ക ആളുകളും ജീവിതകാലം മുഴുവൻ പണത്തിന് പിറകെ ഓടുന്നു. എന്നാൽ അവർ ഒരിക്കലും പണത്തിന്റെ ഉറവിടമായ ചിന്തയെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ ദിവസവും എത്ര തവണ കുറവിന്റെ ചിന്തകൾ ചിന്തിക്കുന്നുണ്ട്? എനിക്ക് പണം മതിയാകില്ല, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഒരിക്കലും സമ്പന്നനാകില്ല. ഈ ചിന്തകൾ നിങ്ങൾ വെറുതെ ചിന്തിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ ഈ ചിന്തകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഓരോ ഇഷ്ടികകളാണ്. ഈ ഇഷ്ടികകൾ കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ ഒരു കോട്ട നിർമ്മിക്കുകയാണ്. ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നിങ്ങൾ ലോകത്തെ നോക്കിക്കാണുന്നു. എന്താണ് കാണുന്നത്? അഭാവം മാത്രം. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്നു, പക്ഷെ നിങ്ങൾ അവയെ കാണുന്നില്ല. കാരണം നിങ്ങളുടെ കോട്ടയുടെ ചുമരുകൾ അവയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇതാണ് രോഗലക്ഷണം. നിങ്ങളുടെ ജീവിതത്തിൽ പണം വരാത്തതല്ല പ്രശ്നം. പണം വരുന്ന വഴികൾ നിങ്ങൾ കാണാതെ പോകുന്നതാണ് പ്രശ്നം. നിങ്ങളൊരു ബിസിനസ് ആശയം കേൾക്കുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുന്നു, ഇത് നടക്കില്ല. നിങ്ങളൊരു നിക്ഷേപ അവസരം കാണുന്നു. ഉടൻ പറയുന്നു, ഇതിൽ പണം നഷ്ടപ്പെടും. നിങ്ങളൊരു പുതിയ കരിയർ പാത്ത് കാണുന്നു. ഉടൻ പറയുന്നു, എനിക്കിതിനുള്ള പ്രായം കഴിഞ്ഞു. ഈ ശബ്ദം ആരുടേതാണ്? ഇത് യാഥാർത്ഥ്യത്തിന്റെ ശബ്ദമല്ല. ഇത് നിങ്ങളുടെ കുറവിന്റെ മനോനിലയുടെ ശബ്ദമാണ്. ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന കാരണം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തനമാണ്, കോഗ്നിറ്റീവ് ഡിസൊനൻസ്. നിങ്ങളുടെ മസ്തിഷ്കത്തിന് സ്ഥിരത ഇഷ്ടമാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ ഒരു വൈരുദ്ധ്യം വരുമ്പോൾ അത് അസ്വസ്ഥമാകുന്നു. ഈ അസ്വസ്ഥത ഇല്ലാതാക്കാൻ അത് 2 വഴികൾ സ്വീകരിക്കും. ഒന്നുകിൽ വിശ്വാസം മാറ്റുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുക. മിക്ക ആളുകളും രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം വിശ്വാസം മാറ്റുന്നത് വേദനാജനകമാണ്. അതിന് ധൈര്യം വേണം, പഴയ ചങ്ങലകൾ പൊട്ടിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നു, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുക. നിങ്ങൾ കാണുന്ന അവസരങ്ങളെല്ലാം അപകടങ്ങളായി വ്യാഖ്യാനിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഞാൻ പാവപ്പെട്ടവനാണ് എന്ന വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നു. എന്നാൽ ഈ സുരക്ഷിതത്വം ഒരു തടവറയാണ്. ഈ തടവറയിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം പുറത്ത് നിങ്ങൾ ആരാകും? നിങ്ങൾക്ക് ആ ഐഡന്റിറ്റി പരിചിതമല്ല. സമ്പന്നൻ എന്ന ഐഡന്റിറ്റി നിങ്ങൾക്ക് അന്യമാണ്. അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. ഈ ഭയം നിങ്ങളുടെ മേലേൽപ്പിക്കുന്ന വൈകാരിക നാശം എന്താണെന്ന് നോക്കൂ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ അധ്വാനം ഫലം കാണുന്നില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ അധ്വാനിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ മനോനിലയോടെയാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നഷ്ടപ്പെടുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം. ഈ ഭയം നിങ്ങളുടെ ഊർജ്ജത്തെ വിഷലിപ്തമാക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയില്ല, കാന്തികതയില്ല. നിങ്ങൾ ഒരു ഉൽപ്പന്നം വിൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസമില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കപ്പെടില്ല എന്നാണ്. ആ വിശ്വാസം ഉപഭോക്താവിന്റെ ഉപബോധ മനസ്സിലേക്ക് സഞ്ചരിക്കുന്നു. അവർ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാതെ പോകുന്നു. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നടക്കില്ല എന്ന്. അങ്ങനെ ദുഷിച്ച ചക്രം തുടരുന്നു. നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു, കൂടുതൽ പരാജയപ്പെടുന്നു, കൂടുതൽ തളരുന്നു. ഒടുവിൽ നിങ്ങൾ ജീവിതത്തോട് പരാജയം സമ്മതിക്കുന്നു. പണത്തിന്റെ മനഃശാസ്ത്രത്തിൽ ഈ ചക്രം എങ്ങനെ തകർക്കാം? വാലസ് ഡി വാട്ടിൽസ് ഒരു വിപ്ലവകരമായ ആശയം മുന്നോട്ടുവച്ചു. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത മാറ്റുക. പണം ഒരു ദുഷ്ടശക്തിയല്ല, പണം ഒരു നിഷ്പക്ഷ ഊർജ്ജമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിന്റെ മൂല്യം. നിങ്ങൾ പണത്തെ വെറുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ഊർജ്ജത്തെ തുരത്തുകയാണ്. പകരം നിങ്ങൾ പണത്തെ സ്നേഹിക്കുക, പണത്തെ ബഹുമാനിക്കുക. പണം നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നന്ദി പറയുക. ഈ മനോഭാവമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാന്തിക ശക്തി സൃഷ്ടിക്കും. നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ പോലും സന്തോഷത്തോടെ ചിലവാക്കുക. കാരണം ആ ചിലവ് മറ്റൊരാൾക്ക് വരുമാനം നൽകുന്നു. ആ ചിലവ് സമ്പദ്വ്യവസ്ഥയുടെ ചക്രം തിരിക്കുന്നു.
നിങ്ങൾ നൽകുമ്പോൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നൽകുക. ഈ വിശ്വാസം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃപ്രോഗ്രാം ചെയ്യും. ദാരിദ്ര്യത്തിന്റെ പ്രോഗ്രാമിനു പകരം സമൃദ്ധിയുടെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. സമ്പന്നർ ആദ്യം അവസരങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരുടെ മസ്തിഷ്കത്തിന്റെ ഫിൽട്ടർ സജ്ജീകരിച്ചിരിക്കുന്നത് അവസരങ്ങൾ കാണാനാണ്. റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ഈ ഫിൽട്ടർ നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് റോഡിൽ ആ കാർ മാത്രം കാണാൻ തുടങ്ങും. ഇതേ തത്വമാണ് സമ്പത്തിന്റെ കാര്യത്തിലും. നിങ്ങൾ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം സമ്പത്തിലേക്കുള്ള വഴികൾ കാണിച്ചുതരാൻ തുടങ്ങും. നിങ്ങൾ ദിവസവും പറയുന്ന വാക്കുകൾ ഈ ഫിൽറ്ററിനുള്ള നിർദ്ദേശങ്ങളാണ്. എനിക്ക് പണം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഫിൽറ്റർ പണം കിട്ടാത്തതിന്റെ തെളിവുകൾ കാണിച്ചുതരും. എനിക്ക് പണം കിട്ടുമെന്ന് പറയുമ്പോൾ ഫിൽറ്റർ പണം കിട്ടാനുള്ള വഴികൾ കാണിച്ചുതരും. ഈ ലളിതമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇതാണ് വാക്കുകളുടെ ശക്തി. ഇതാണ് ചിന്തയുടെ ശക്തി. വാലസ് ഡി വാട്ടിൽസ് പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം പ്രവർത്തനമാണ്. ചിന്ത മാത്രം മതിയാകില്ല, നിങ്ങൾ പ്രവർത്തിക്കണം. എന്നാൽ ആ പ്രവർത്തനം ഫലപ്രദമാകണമെങ്കിൽ അത് ശരിയായ ചിന്തയിൽ നിന്നുണ്ടാകണം. ഫലത്തിൽ വിശ്വാസമുള്ള പ്രവർത്തനം, സമൃദ്ധിയുടെ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനം. ഇതൊരു കലാകാരൻ ചിത്രം വരയ്ക്കുന്നതുപോലെയാണ്. കലാകാരൻ ആദ്യം മനസ്സിൽ ചിത്രം കാണുന്നു, എന്നിട്ടത് ക്യാൻവാസിലേക്ക് പകർത്തുന്നു. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ സമ്പന്നതയുടെ ഒരു വ്യക്തമായ ചിത്രം സൃഷ്ടിക്കുക. ആ ചിത്രത്തിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ഈ പ്രവർത്തനം നിങ്ങളെ ആ ചിത്രത്തിലേക്ക് അടുപ്പിക്കും. ഇതാണ് ആകർഷണ നിയമത്തിന്റെ പ്രായോഗിക വശം. സ്വപ്നം കാണുക, വിശ്വസിക്കുക, പ്രവർത്തിക്കുക, സ്വീകരിക്കുക. ഈ 4 പടികളാണ് സമ്പത്തിന്റെ രഹസ്യം. സമ്പന്നമായ മനോനില വളർത്താൻ ഇന്നുമുതൽ നിങ്ങൾ ചെയ്യേണ്ട ചില മാറ്റങ്ങളുണ്ട്. ആദ്യം നിങ്ങളുടെ പരാതികൾ നിർത്തുക. പരാതി പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ കുറവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പകരം പരിഹാരം അന്വേഷിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ വരുമാനത്തേക്കാൾ നിങ്ങളുടെ കഴിവ് വളർത്തുക. കഴിവാണ് യഥാർത്ഥ സമ്പത്ത്. പണം വന്നുപോകാം, കഴിവ് എന്നും നിങ്ങളോടൊപ്പം നിൽക്കും. മൂന്നാമതായി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതിവെക്കുക. അവ്യക്തമായ ലക്ഷ്യങ്ങൾ അവ്യക്തമായ ഫലങ്ങളെ നൽകൂ. ഓരോ ദിവസവും ആ ലക്ഷ്യങ്ങൾ വായിക്കുക. അവ സാധിച്ചതായി സങ്കൽപ്പിക്കുക. ആ വികാരം അനുഭവിക്കുക. നാലാമതായി, മറ്റുള്ളവർക്ക് മൂല്യം സൃഷ്ടിക്കുക. സമ്പത്തെന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യത്തിന്റെ പ്രതിഫലനമാണ്. കൂടുതൽ മൂല്യം സൃഷ്ടിക്കുക. കൂടുതൽ സമ്പത്ത് സ്വീകരിക്കുക. അഞ്ചാമതായി, നന്ദി പരിശീലിക്കുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഓരോ ചെറിയ കാര്യത്തിനും നന്ദി പറയുക. നന്ദി നിങ്ങളുടെ ശ്രദ്ധയെ സമൃദ്ധിയിലേക്ക് തിരിക്കുന്നു. ഈ 5 ശീലങ്ങളും ദിവസവും പരിശീലിക്കുക. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മനോനില പൂർണ്ണമായും മാറിയിരിക്കും. ഒരുപക്ഷേ സമ്പത്ത് ആദ്യം നിങ്ങളുടെ ബാങ്കിൽ ജനിക്കില്ല. അത് നിങ്ങളുടെ തീരുമാനങ്ങളിലും വിശ്വാസങ്ങളിലും ശീലങ്ങളിലുമാണ് ജനിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇനി മുതൽ സമൃദ്ധിയുടെ മനോനിലയിലാണ് ജീവിക്കുക എന്ന തീരുമാനം. ഈ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ മാറും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറും. നിങ്ങളുടെ ഫലങ്ങൾ മാറും. ലോകം നിങ്ങൾക്ക് അനുകൂലമായി മാറും. കാരണം ലോകം നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾ മാറിയാൽ ലോകം മാറും. ഈ സത്യം ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ സത്യം. സമ്പത്ത് പിന്തുടരേണ്ട ഒന്നല്ല, സമ്പത്ത് ആകർഷിക്കേണ്ട ഒന്നാണ്. ആകർഷണത്തിന്റെ കാന്തം നിങ്ങളുടെ മനസ്സാണ്. ആ കാന്തത്തെ ഇന്ന് തന്നെ ശക്തിപ്പെടുത്തുക. ഇന്ന് തന്നെ സമ്പന്നതയുടെ ചിന്തകൾ ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ പുതിയ ജീവിതം ഈ നിമിഷം ആരംഭിക്കുകയായി.